നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, നിർമ്മല ആന്റിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ കോള് വന്നു. ആന്റിക്ക് സീരിയസ് ആണെന്ന്. വേഗം അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞാ വിളിച്ചത്. ഞാനും ഗൗതവും കൂടി അങ്ങോട്ട് പോവാ. നീയും ഗൗതവും കൂടിയോ? അവനെന്തിനാ? നീ തനിച്ചു പോയാ മതി. സത്യം പറഞ്ഞ ഗൗതമിനെ അറിയിക്കുക പോലും ചെയ്യാതെ ആശുപത്രിയിലേക്ക് പോവാന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ സിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നത് ഗൗതം കേട്ടു. എന്റെ കൂടെ വരണമെന്നും പറഞ്ഞ് വാശി പിടിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യും അമ്മ? എന്തൊക്കെ വിനകളാ നിധി നീ വരുത്തി വെക്കുന്നത്? ആശുപത്രിയിൽ നിന്ന് വിളിച്ചപ്പോ നിനക്ക് മാറി നിന്ന് സംസാരിച്ചുകൂടായിരുന്നോ? അല്ലാതെ എന്നെ ഗൗതമിനോട് എല്ലാ സത്യവും തുറന്നു പറയുന്നു പറഞ്ഞ് നിർമ്മല എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ഈ അവസ്ഥയില് ഗൗതമിനെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുത്താലോ? അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ലേ? ഉറപ്പാ. വേണ്ട, ഗൗതമിനെ കൊണ്ടുപോടാൻ നീ തനിച്ചു പോയാ മതി. ഞാൻ എന്ത് പറഞ്ഞ് ഗൗതമിനെ ഒഴിവാക്കും അമ്മ? വരണ്ടെന്ന് തീർത്ത് പറഞ്ഞ ഗൗതമിന് സംശയം കൂടുതലേ ഉള്ളൂ. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ കൂടെ ഉണ്ടല്ലോ. നിർമ്മല എന്റെ ഗൗതമിനോട് ഒന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. ആഹാ, നീ ഇവിടെ ഒന്നിരിക്കണം. പോണ്ട നമുക്ക്. ഞാൻ അമ്മയോട് കാര്യം പറയാൻ വേണ്ടി വന്നതാ. അമ്മേ, ഞങ്ങളൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം. വേണ്ടി വന്ന നിർമ്മലമ്മ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാമല്ലോ. അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അതിനിപ്പം നീ പോണമെന്നുണ്ടോടാ മോനെ? വീട്ടിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ ഓഫീസിൽ 100 കൂട്ടം തിരക്കുകൾ പറയുന്നവനല്ലേ നീ? നീ നിന്റെ കാര്യം നോക്ക്. ഇതും എന്റെ കാര്യം തന്നെയല്ലേ അമ്മേ. സാരമില്ല അമ്മേ, നിർമ്മലാമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? ഒരു മോനുള്ളത് എവിടെയാണെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ തന്നെ അവസാന നിമിഷം ഞങ്ങളെങ്കിലും അടുത്തുണ്ടാവണ്ടേ. അമ്മ എന്ത് ഈ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. പിന്നെ നിധി, നിനക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ വേഗം പോയിട്ട് വാ. ഞാൻ കാർ എടുക്കാം. അമ്മേ, പോയിട്ട് വരാം. മോളെ, സൂക്ഷിക്കണം. ഗൗതം സത്യം അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ നോക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കെ. നിർമ്മലയുടെ റിലേറ്റീവ്സിനെ വിവരം അറിയിച്ചോ? അറിയിച്ചു മാഡം. ഇപ്പൊ തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വേഗം എമർജൻസിയിലോട്ട് മാറ്റിക്കോ. നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. BP ഹൈയാ ഡോക്ടർ. വേഗം ആവട്ടെ. ഈ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ഇനി എപ്പോ തീരാനാ? വൈകുന്നേരം വീട്ടിൽ പറ്റാൻ സാധിക്കോ? എന്റെ ചേട്ടാ, മുതുകിലെ ഈ പിടുത്തം മാറണമെങ്കിലേ ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ ഡോക്ടർ ആള് പുലിയാ. അന്ന് പുഴക്കരയിൽ വെച്ചുണ്ടായ സംഭവത്തിനിടയില് വാക്കല്ലാതെ കിട്ടിയൊരു അടിയാ. വാരിയലിനൊരു പിടുത്തം അന്ന് തുടങ്ങിയതാ. അണ്ണനൊന്നും സമാനപ്പെട്. നമ്മള് പെട്ടെന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണത്തോണിയിലോട്ട് കിടത്തി ഒരു ചവിട്ടിപ്പിഴിയല്, പിന്നെ ഒരു ആവി പിടുത്തം. പയറ് പോലെ എഴുന്നേറ്റ് അണ്ണനടുത്ത വർക്കിന് പോകുന്നേ. ഇരിക്കേ ഇരിയണ്ണ. ആ കൊണ്ടുപോകുന്നത് CKC സാറ് തപ്പാൻ പറഞ്ഞ മുതലല്ലേ? എന്താ അവരുടെ പേര്? നിർമ്മല. അതെ അണ്ണ, ആ പെണ്ണുപിള്ള തന്നെ. നീ വന്നേ. ഹലോ സാർ, ഞാൻ രാജുവാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് സന്തോഷ വാർത്ത? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ നിർമ്മലയെ ഒരു ആയുർവേദ ആശുപത്രി വെച്ച് ഞാൻ കണ്ടു. ഏതാ ആ ആയുർവേദ ആശുപത്രി? നമ്മുടെ ആൾത്തറമൂടിനടുത്തുള്ള ആ വലിയ ആശുപത്രിയില്ലേ? ഞാൻ അവിടെ ഒന്ന് തിരുമിക്കാനായി വന്നതാ. എന്റെ കൂടെ സതീശനുണ്ട്. ഇപ്പൊ ഞങ്ങള് നേരിട്ട് കണ്ടതാ അവരെ. ഒരു കാരണവശാലും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവള് കാരണം എന്റെ സർവ്വ മനസ്സമാധാനവും പോയിരിക്കുക. ഇപ്പൊ പിടിച്ച് വണ്ടി കയറ അവളെ.
സാറേ, അവർക്കെന്തോ മാരകമായ എന്തോ അസുഖം ഉണ്ടെന്നാ തോന്നുന്നത്. എന്ത് അസുഖമാണെങ്കിലും കുഴപ്പമില്ല, ഇത്തവണയെങ്കിലും അവളെ വിട്ടുകളയരുത് നിങ്ങൾ. അതല്ല സാറേ, ഈ നിർമ്മലയുടെ കൂടെ ഡോക്ടറും നഴ്സും എല്ലാവരും കൂടെ ഉണ്ട്. അത്ര എളുപ്പം പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ സാറേ. രാജു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതും ഇതും പറഞ്ഞ് ഈ ചാൻസ് കൂടി ഇല്ലാതാക്കരുത്. 24 മണിക്കൂറും ഡോക്ടറും നേഴ്സും ഒന്നും അവരുടെ പുറകെ നടക്കാൻ പോകുന്നില്ല. ആൾ ഒഴിയുന്ന സമയം നോക്കി അവൾക്ക് ശബ്ദിക്കാൻ പോലും അവസരം കൊടുക്കാതെ തൂക്കിയെടുത്ത് ഡിക്കി കയറ്റിയേക്കണം. ഓക്കെ സാറേ, ഇത്തവണ എന്തായാലും ഞങ്ങൾ വിട്ടുകളയില്ല. പൊക്കിയിരിക്കും സാറേ. സാറ് ഫോൺ വെച്ചോ. ഇവര് രണ്ടുപേരും കൂടി വന്ന സ്ഥിതിക്ക് ഇനി പണി റിസ്ക് ആണല്ലോ അണ്ണാ. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിർമ്മലയെന്ന് പൊക്കിയിരിക്കണം. അപ്പൊ തിരുമണ്ടേ അണ്ണാ? അതൊക്കെ പിന്നെ. ഈ ചാൻസിന് ഒരിക്കലും കിട്ടില്ല. തിരുമല നമുക്കൊന്ന് മാറ്റിവെക്കാം. നിങ്ങൾ എന്താ ഇത്രയും വൈകിയത്? എത്ര വട്ടം വിളിച്ചോന്നറിയോ? സോറി സിസ്റ്റർ. നിർമ്മലാന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൈ ബിപിയാ, ബ്രീത്തിങ് പ്രശ്നമുണ്ട്. പെട്ടെന്നങ്ങ് ബോധം പോയി. ഇപ്പൊ ആ എമർജൻസി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എവിടെ എമർജൻസി റൂം? വാ കാണിച്ചു തരാം. ആ. ആന്റി, ആന്റി വിളിക്കണ്ട, ഒന്ന് മയങ്ങട്ടെ. ബ്രീത്തിങ്ങും ബി പി ഒക്കെ ഇപ്പൊ ഒന്ന് നോർമൽ ആയേ ഉള്ളൂ. പേടിക്കണ്ട. ആക്ച്വലി നിർമ്മലാമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ബി പി ഷൂട്ടായതാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങളൊന്ന് പേടിച്ചുപോയി. ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് കണ്ണുറന്നായിരുന്നു. തൽക്കാലം സേഫ് ആണെന്ന് പറയാം. നിർമ്മലാമ്മയെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ? അതൊക്കെ ഞങ്ങൾ എങ്ങനെയാ സർ പറയുന്നത്? സാറ് ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കേ. ഒന്നാമത് വേറെയും അസുഖങ്ങളുള്ളതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതാ. നിധി, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം.